ടൈംലൈൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി സിപിഐഎം. ഓരോ ജില്ലയിലെയും LDF MLAമാരുടെ യോഗം വിളിച്ചാണ് തുടക്കം. തിരുവനന്തപുരം ജില്ലയിലെ MLAമാരുടെ യോഗം ഇന്ന് ക്ലിഫ് ഹൌസിൽ ചേർന്നു. ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ അവലോകനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വിതുര താലൂക്ക് ആശുപത്രിയില് ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമെന്ന് മന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനക്കോ ചേർന്ന പ്രവർത്തനമല്ലെന്നും മന്ത്രി കുറിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരണം. വിതുര താലൂക്ക് ആശുപത്രിയില് ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമെന്ന് മന്ത്രി വീണ ജോർജ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനക്കോ ചേർന്ന പ്രവർത്തനമല്ലെന്നും മന്ത്രി കുറിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രതികരണം. പെൻഗൺ ഉപയോഗിക്കുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികളിൽ നിന്ന് ചൈനീസ് എഞ്ചിനീയർമാരെ ഒഴിവാക്കുകയാണ് മൈക്രോസോഫ്റ്റ്. ന്യൂയോർക്ക് ആസ്ഥാനമായ NGO പബ്ലിക്കയുടെ അന്വേഷണത്തില് ദേശീയ സുരക്ഷാ ഭീഷണി കണ്ടെത്തിയതാണ് കാരണം. പ്രതിരോധ വകുപ്പിന്റെ ക്ലൗഡ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യമാണുള്ളതെന്ന് മൈക്രോസോഫ്റ്റ് അറിയിച്ചിട്ടുണ്ട്. CMRL എക്സാലോജിക്സ് മാസപ്പടി കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMRL, എക്സാലോജിക് കമ്പനി അടക്കം 13 പേരെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള പൊതുതാൽപര്യ ഹർജി കോടതിക്ക് മുൻപിലുണ്ട്. മാസപ്പടി കേസിൽ ED അന്വേഷണം വേണമെന്നാണ് ഷോൺ ജോർജിന്റെ ഹർജി. ഹർജി ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിള് ബെഞ്ച് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. തന്റെ പാട്ടുൾപ്പെടുന്ന ഭാഗം കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ നിന്നും ഒഴിവാക്കാനുള്ള ശുപാർശ ചിരിപ്പിക്കുന്നതും വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കുന്നതുമെന്ന് ഗായിക ഗൗരി ലക്ഷ്മി പറഞ്ഞു. വേടന്റെ നിലപാടുകൾ പുതുതലമുറയുടെ കാഴ്ചപ്പാടുമായി സാമ്യമുള്ളതാണ്. അക്കാരണം കൊണ്ടാണ് വേടനെ മാറ്റി നിർത്താൻ പലരും നിലപാട് സ്വീകരിക്കുന്നതെന്ന് ഗൗരി ലക്ഷ്മി പറഞ്ഞു. വിദ്വേഷ പരാമർശത്തില് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് CPIM. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ജാഗ്രത പാലിക്കണം. മതവൈര്യമുണ്ടാക്കുന്ന തരത്തില് പ്രശ്നങ്ങൾ അവതരിപ്പിക്കരുതെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന്റെ പേര് പരാമർശിക്കാതെയാണ് വിമർശനം. ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്.